ആ റിപ്പോർട്ട് തന്നെ അപ്രായോഗികമായൊരു റിപ്പോർട്ടാണ്. കാരണം ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പ്രീ ഡിഗ്രിയെ ഡീലിങ്ക് ചെയ്ത് +2 ഉണ്ടാക്കിയത്, ഹയർ സെക്കൻഡറി ആക്കിയത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ സെക്കൻഡറി സ്കൂളിനെയും ഹയർ സെക്കൻഡറിയെയും ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അപ്രായോഗികമാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു അധ്യാപക സംഘടനകളുമായിട്ടോ പൊതുസമൂഹമായിട്ടോ പ്രതിപക്ഷമായിട്ടോ ഒന്നും ഒരു ആലോചന നടത്തിയിട്ടില്ല. ഖാദർ കമ്മിറ്റിയുടെ ഒരു ഇന്ററിം റിപ്പോർട്ട് ആയതുകൊണ്ട് 2-3 കൊല്ലക്കാലം മുമ്പ് കൊടുത്തു, അവ്യക്തമായ റിപ്പോർട്ട്. അത് വെച്ച് തന്നെ ഇവർ പരിപാടി തുടങ്ങി. ഇപ്പോൾ പൂർണ്ണമായ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ നല്ല കാര്യമുണ്ടെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യാം. പക്ഷേ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് മുൻപ് വിശദമായ ചർച്ച കേരളത്തിലെ അക്കാര്യത്തെക്കുറിച്ച് ഉണ്ടാകണം. കാരണം നിങ്ങളുടെ പരീക്ഷണശാലയല്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. നിങ്ങളെടുക്കുന്ന തെറ്റായ വികലമായ എല്ലാ തീരുമാനവും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയെ ഗൗരവതരമായി ബാധിക്കും. അതുകൊണ്ട് അത് നടപ്പാക്കുന്നതിന് മുമ്പും അതിലേതെല്ലാം നടപ്പാക്കാം, ഏതെല്ലാം നടപ്പാക്കരുത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നിയമസഭയ്ക്കകത്തും പുറത്തും സർവകക്ഷി യോഗത്തിലും അധ്യാപക സംഘടനകളുടെ യോഗത്തിലും വിദ്യാർത്ഥികളോടും ഒക്കെ ആലോചിച്ചിട്ട് വേണം ചെയ്യാനെന്നാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, ഞങ്ങൾ ഇതുവരെ അത് PSCക്ക് വിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല വിഷയം. നമുക്ക് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാം, അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അപ്രായോഗികമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. അതിൽ നല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അംഗീകരിക്കും. മാത്രമല്ല, ഈ റിപ്പോർട്ടെല്ലാം നടപ്പാക്കുന്നതിന് മുൻപ് വിശദമായ ചർച്ച ആവശ്യമാണെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു.